ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖമാണ്. നമ്മളൊന്നും ഇവിടെ തട്ടലും കൊട്ടലും അടിച്ചേരലും ഒക്കെയാണ് കേട്ടോ. ഒരു ചെറിയ നനച്ചുളി പരിപാടിൻ്റെ മാതിരിയാണ്. നമ്മളെ പെരയിൽ ഒരു ചെറിയൊരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകെ ഒന്ന് അടിച്ചിലും കൂട്ടലും മാറ്റലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ കണ്ടോളി. ചെറിയ പരിപാടിയൊന്നുമല്ല, നല്ലൊരു അത്യാവശ്യം നല്ല പരിപാടി തന്നെയാണ്. ഇത് നമ്മളെ മെയിനായിട്ടുള്ളൊരു കട്ടിലാണ് കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ നമ്മൾ ഈ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും വൈകുന്നേരമായ 5 മണിയായാൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഇരിക്കണതല്ലേ, ഉമ്മാക്ക് എല്ലായിടത്തേക്കും പോകാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ ഉമ്മ അവിടെ ആ സിറ്റ് ഔട്ടിലിരിക്കും. അപ്പം ഉമ്മാനോട് വർത്താനം പറയാൻ എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിച്ചിട്ട് ഒഴിവാക്കിയിട്ടും ഉണ്ടായില്ല. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ, അല്ല അപ്പോൾ വേറെ വജ്ജൊന്നുമില്ല. അങ്ങോട്ട് മാറ്റിയേക്കാണ് ഒക്കെ. ഇതാ ഇപ്പോൾ ഇവിടെ ഏട്ടത്തിൻ്റെ മകൻ്റെ പെരയിലും അവിടെയും വൃത്തിയാക്കണം. അവിടെയും മേലെ കണ്ട് ഒഴിവാക്കട്ടെ, വൃത്തിയാക്കാനൊന്നുമില്ല. മേലെ സാധനങ്ങളെ ചവിട്ടിയും ചെരുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഒതുക്കിങ്ങാണ്ട് അവിടെയും തട്ടിക്കൊട്ടി അടിച്ചെരിങ്ങാണ്ടേ കേൾക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണിതാ. അയൽവക്കാരാണിതൊക്കെ, നമ്മളെ അടുത്തടുത്ത് പെരയണേ. അറിയണോലും ഉണ്ടാവും, നിങ്ങൾ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അതാ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട സാധനമൊക്കെ അങ്ങോട്ട് അടുക്കി ഹാളിലും ഉണ്ടായിനും കുറേ റൂമിലും ഉണ്ടായിനും. 2 റൂമും അങ്ങനെ അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഹാളിൽ വരുന്നവർക്ക് ഇരിക്കാനും സൗകര്യം കണക്കാക്കിങ്ങാണ്ടേ. പെണ്ണുങ്ങളും കുട്ടികളും ആകുമ്പോൾ സ്ഥലം തയ്ച്ചാൽ തികയില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണെങ്കിൽ നമുക്ക് അപ്പുറത്താണ് പന്തലിട്ടാൽ മതി. നമ്മളെ കമ്പനി ഉണ്ടല്ലോ അടുത്ത്, അവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ഇതിപ്പോൾ വെള്ളിയാഴ്ച ആകുകൊണ്ടേ ഒന്നുമില്ലാത്തൊരു ഇതായി. അപ്പോൾ ഇവിടെ മേലെ അങ്ങോട്ട് ഒഴിവാക്കട്ടെ എഴുതിയാണ്ട്. സിറ്റ് ഔട്ടിലും അത്യാവശ്യം മേലെ സ്ഥലമുണ്ട്, ഹാളിലും ഉണ്ട് അത്യാവശ്യം സ്ഥലം. അപ്പോൾ കുറച്ച് ആൾ അവിടെയാണ് ഇരുത്താം, കുറച്ച് ആൾ അവിടെ അമ്മ ഇരിക്കുന്നിടത്തും ഇരുത്താം. അപ്പുറത്തെ പെരയിൽ രണ്ടും നമ്മളെ പെര തന്നെയല്ലേ. അപ്പോൾ അവിടെയും കൂടിയായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഇപ്പോൾ ചോറുന്നാനുള്ള പന്തൽ മാത്രം ഇട്ടാൽ മതി. അതൊക്കെ രാവിലെ ഇടുള്ളൂ. അപ്പോൾ അതാ കേക്കലും ഇതൊക്കെയാണ് പരിപാടിയാണ്. എത്ര അടിച്ചേരിയിട്ടും തുടച്ചിട്ടും കാര്യമല്ലേ. ഈ റോഡിൻ്റെ വക്കത്ത് സ്കൂൾക്ക് പോണ വണ്ടിയും കമ്പനിക്ക് വരുന്ന വണ്ടിയും പൊടി ഇങ്ങോട്ട് പാറിയാൽ ഒരു ദിവസം 2-3 വട്ടം അടിച്ചേരിയാലും ഇതാവില്ല. എന്നാൽ തന്നെ രാവിലെയും വൈകുന്നേരം തുടക്കും, എന്നാലും പൊടിയായിക്കാരം. പൊടിയോണ്ട് കഴിയൂല. കണ്ടില്ലേ, കയ്യുമ്മ കൂടെ ഒക്കെ നിറച്ച് പൊടിയാണ്. പറയുമ്പോൾ എന്നും അടിച്ചു വരി തുടക്കണത് പറഞ്ഞാൽ ഇപ്പം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസമൊന്നും ഇപ്പോൾ എല്ലോടെ അടിച്ചേരി തുടക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ സാധനം ഇല്ലാത്ത മുൻഭാഗത്ത് കൂടെ ഒക്കെ കണ്ട് അടിച്ചേരി തുടക്കും, സാധനം ഉള്ളതോടെ അങ്ങനെ വെക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലിച്ചിട്ടിങ്ങാണ്ടേ ഒതുക്കിങ്ങാണ്ട് അടിച്ചേരി തട്ടിക്കൊട്ടി എടുത്ത് വെച്ചിങ്ങാണ്ടേ റൂമാണ് പൂട്ടിയിടണം. അതാണ് കഴിഞ്ഞാൽ അതിൻ്റെ പണിയാണ് കഴിച്ചും ചിച്ചും. പിന്നെ ഇനി ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്തും വേണ്ടേ തട്ടിക്കൊട്ടും അടിച്ചേരുമൊക്കെ. ഒരു മനുഷ്യൻ വരുമ്പോൾ നമുക്ക് എത്ര നന്നാക്കിയാലും തികയില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണ്. ഉറക്കം വരുന്നുണ്ട് മക്കളെ, ഉറക്കം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഏതായാലും ഇതാണ് കജ്ജട്ടെ. ചെറിയപ്പൂൻ്റെ വലുതാണതേ, ഓനൊന്ന് സ്കൂളും ഇല്ല. സ്കൂളില്ല എങ്കിലും ഓനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓനങ്ങനെ നടന്നോളൂ. ഒപ്പം
ഇതൊക്കെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. ജനൽക്ക കൂടെ നിന്നിങ്ങാണ്ട് വർത്താനം പറയാം. ഇത്ര അടുത്താണ്. പുറത്തേക്ക് ഇറങ്ങാൻ ഒഴിവില്ലെങ്കിലും വെച്ചെങ്കിലും ഒക്കെ. പിന്നെ എന്തൊക്കെ ഉണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം? നിങ്ങൾ ഈ ഇത് കാണുമ്പോഴേ നിങ്ങൾ അതിൻ്റെ ഒപ്പം ആ ലൈക്കൊന്നാണ് തൊടാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ അവിടെ എഴുതിക്കോണ്ടി. എന്ത് അഭിപ്രായമാണെങ്കിലും അവിടെ നിന്ന് എഴുതിക്കോണ്ടി. ഞമ്മക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ. ഇൻഷാ അല്ലാ നാളത്തെ പരിപാടിൻ്റെ വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ചോറ് വന്ന് ഊറ്റിക്കണ്, കറി അവിടെ വേകണുണ്ട്. എന്നാലും നമ്മളെ അമ്മക്ക് തരം മുരിങ്ങൻ്റെ ഇല താളിച്ചണം. അപ്പോൾ അതും അവിടെ താളിച്ചണം. അതിക്കൊപ്പം ഒന്നും വേണ്ട, ഉണക്കൽ മീനാണ് വേണ്ടത് ഇറങ്ങണം. അപ്പോൾ അതിന് 2 ഉണക്കൽ മീനും അവിടെ വെള്ളത്തിലിട്ടിക്കണം, 2 കഷ്ണം. അതും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കണം. അവിടുത്തെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെയും വൃത്തിയാക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് മറ്റുള്ളൂ. ഇത് വൈലറ്റ് കാബേജാട്ടോ, വേറൊന്നുമല്ല. അതിൻ്റെ ഒപ്പം 2 ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതാണ് മുറിച്ചിട്ടിക്കണ്. അപ്പോൾ ഉപ്പേരി അവിടെ ആയി. പണിയെടുക്കണതിൻ്റെ ഇടയിൽ കൂടെ പൈച്ചങ്ങാണ്ട് നിൽക്കാൻ വയ്ക്കൂലേ. അപ്പോൾ പൈച്ചുമ്പോൾ തിന്നണ്ടേ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിരിക്കണം. ഇത് ബാൽക്കണിയാണ്, ഓപ്പൺ ടെറസാണ്. അപ്പോൾ അവിടെ കണ്ട് പൊടി പിടിച്ചിട്ടേ അവിടെ ഓക്ക് പിന്നെ എന്നും കുട്ടി ചെറിയ കുട്ടിയുള്ളതല്ലേ. അപ്പോൾ എന്നൊന്നും അടിച്ചു വരലും തുടക്കലും നടക്കില്ല. എപ്പോഴെങ്കിലും ഒരാഴ്ചയിലോ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ ഇവിടെ അടിച്ചു വരലും കേൾക്കലും ഒക്കെ. ഓപ്പൺ ടെറസ് ആവുകൊണ്ട് തന്നെ പൊടിയും ഇനി മഴ അറിയാലോ. അപ്പോൾ ആ മഴൻ്റെ വെള്ളം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതവിടെ കേൾക്കി കൊണ്ട് നിൽക്കുന്നുണ്ടോള്. കുട്ടീനെ ഞാൻ എടുത്തും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.